നമ്മൾ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വണ്ടി ഏകദേശം ഒരു 21 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമുക്ക് കാണാം 21 കിലോമീറ്റർ ആയിട്ടുണ്ട്. മൈലേജൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജൊക്കെ ഉണ്ട്. ഇതിന് മീറ്റർ ഇതാണ് നമ്മുടെ CNGയുടെ KG കാണിക്കുന്നത്. നമ്മുടെ ഇനിയും കുറച്ചുകൂടെ കിടപ്പുണ്ട്. റെഡിലോട്ടായി ഏകദേശം നടുക്കായതേ ഉള്ളൂ. ഇനിയൊരു 10 കിലോമീറ്ററും കൂടെ ഏകദേശം ഓടും. ഇന്നലെ ഒരു 161 രൂപയ്ക്കാണ് നമ്മൾ CNG ഫില്ല് ചെയ്തത്. ഇപ്പോൾ ആണെങ്കിലും 187 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 200-ന് 210 കിലോമീറ്റർ പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 200 കിലോമീറ്റർ എന്തായാലും കിട്ടും. മൈലേജൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല മൈലേജൊക്കെ വണ്ടി തരുന്നുണ്ട്. അപ്പോൾ ടയറൊക്കെ ഓടിത്തീരാറായി. 21 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും ഏകദേശം മുട്ട ഏറായിട്ടുണ്ട്. നൂല് തന്നിട്ടില്ല. നല്ലൊരു 5000 കിലോമീറ്റർ ഓടുന്നു പ്രതീക്ഷിക്കുന്നു. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എപ്പോഴും സ്കിഡ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. സൂക്ഷിച്ച് ഓടിക്കുക. അധികം സ്പീഡിൽ പോകാൻ പറ്റിയില്ല. വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ പറയുവാണെങ്കിൽ 125 വലി ആ ഒരു CCക്കുള്ള വലിയുണ്ട്. ഗിയറിന് ചെറിയൊരു പ്രശ്നമാണോ അത് എൻ്റെ മാത്രം പ്രോബ്ലം ആണോ എന്ന് എനിക്കറിയില്ല. ഗിയർ നമ്മൾ ഇടയ്ക്ക് ഫസ്റ്റ് ടൈം സ്കിപ്പ് ചെയ്ത് ചിലപ്പം നമ്മൾ പോകാറുണ്ട്. ഫസ്റ്റ് ടൈം നമ്മൾ എടുത്ത് സെക്കൻഡ് ഇടുമ്പോഴത്തേക്കും ചിലപ്പോൾ ന്യൂട്രായി പോകാറുണ്ട്. അങ്ങനെ എനിക്ക് മാത്രമാണോ ഈ പ്രോബ്ലം എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു മിസ്റ്റേക്ക് തോന്നുന്നത് ഈ ഒരു ഡിമ്മും ബ്രൈറ്റും ആണ്. അത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ നൈറ്റിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ അതൊരു വിരലിന് ഭയങ്കര ചെറിയൊരു പെയിനുണ്ട്. നമ്മളെപ്പോഴും ഇത് ഇടുകയോ ഓഫാക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഇത് തന്നെയായിരുന്നു നമുക്ക് നല്ലത്. CNGയുടെ ഇവിടെ കൊടുക്കാൻ പറ്റുമായിരുന്നു. അതായിരുന്നു ഒന്നുകൂടെ മികച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പറ്റിയില്ലാത്തതുകൊണ്ടായിരിക്കാം. നമ്മൾ CNG കൂടുതലും ഓടുന്നതുകൊണ്ടാണോയെന്നറിയില്ല. പെട്രോളിലോട്ട് നമ്മൾ മാറ്റി കഴിയുമ്പോഴത്തേക്ക് വണ്ടിക്കൊരു വലിമടുപ്പുണ്ട്, ഒരു പമ്മര് വരുന്നുണ്ട്. അതായത് വണ്ടി മിസ്സിങ് ആകുന്ന പോലെയാണ് പോകുന്നത്. നമ്മൾ എണ്ണയൊക്കെ തീർന്ന് മിസ്സിങ് ആകുന്ന രീതിയിൽ പോകുമ്പോഴാണ് അതുപോലെയാണ് വണ്ടി പിന്നെ മൂവ് ചെയ്യുന്നത്. പമ്മിയാണ് പോകുന്നത്. അതെൻ്റെ മാത്രമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ CNG തന്നെ ഓടിക്കുന്നെങ്കിൽ ഇടയ്ക്ക് പെട്രോളും കൂടെ ഓടിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എൻ്റെ പോലെ ഒരു കംപ്ലൈൻറ്റ് വരും. പിന്നെ അത് മാറുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും എൻ്റെ മറ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ CNGയുടെ ഒരിതാണ് കാണിക്കുന്നത്, ടാങ്കിൻ്റെ എത്ര ഉണ്ടെന്ന്. പക്ഷെ നമ്മളിത് വിശ്വസിച്ച് ഒരിക്കലും പോകരുത്. കറക്റ്റായിട്ട് നമുക്ക് ഈ മീറ്ററിൽ താഴത്തെ മീറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് കറക്റ്റായിട്ട് മീറ്റർ റീഡ് കാണിക്കുന്നത്. നമ്മൾ ഇത് നോക്കിയേ ഓടിക്കാവുള്ളൂ. മേളത്തെ നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വഴി കിടക്കേണ്ടി വരും. ചിലപ്പോൾ എയർ കയറും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത് വിശ്വസിച്ച് ഓടിക്കുക. ലോ ആണെന്ന് ഇവിടെ കാണിക്കുമ്പോഴേ നമ്മൾ താഴോട്ട് നോക്കിക്കണം. പിന്നെ ഇടയ്ക്ക് റെഡ് അവസാനം വരുന്നോളം വരെ നമുക്ക് ഓടിക്കാം. ഞാൻ അങ്ങനെയാണ് ഓടിക്കുന്നത്. റെഡ് തീരുന്നോളം വരെ നമുക്ക് ഓടിക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഓടിക്കുന്നത്. വേറെ പറയുവാണെങ്കിൽ വേറെ ഒന്നുമില്ല. ഈ ഫ്രണ്ട് പിടിക്കുമ്പോഴത്തേക്കും ബാക്ക് ബ്രേക്ക് കൂടെ വരേണ്ടതാണ്. പക്ഷെ അത് വരുന്നില്ല. പക്ഷെ ബാക്ക് ചവിട്ടുമ്പോഴത്തേക്കും ഫ്രണ്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഷോറൂമിൽ നമ്മളൊന്ന് പറഞ്ഞാലും അതോ സംഭവം ഇങ്ങനെയാണോ എന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വല്ല മുന്നോട്ട് കാണിക്കുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ മറ്റൊരു വീഡിയോ കൂടെ ചെയ്യുന്നതാണ്. മൈലേജൊക്കെ ഓക്കെയാണ്. CNG ഇപ്പോൾ പമ്പുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ 200 കിലോമീറ്റർ നമ്മളായിട്ടുണ്ട്. നമ്മുടെ CNG കറക്റ്റ് അതായത് നമുക്ക് പോകണമെങ്കിൽ ഒരു 2-3 കിലോമീറ്ററോടെ വേണമെങ്കിൽ ഓടാം. കറക്റ്റ് തീർന്നിട്ടില്ല. കാണാൻ പറ്റുമോ? കറക്റ്റ് തീർന്നിട്ടില്ല. 2-3 കിലോമീറ്റർ ഓടാൻ പറ്റും നമുക്ക്. എന്നിട്ട് ഇന്ന് എത്ര രൂപയ്ക്കാണ് നമ്മൾ CNG ഫില്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 200 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2-3 കിലോമീറ്റർ കൂടെ ഓടാൻ സാധിക്കും. 204 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മളത് പമ്പി വന്നു. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ഈ ലെവൽ വരെ നമുക്ക് അത്യാവശ്യം നമുക്ക് വണ്ടി ഓടിക്കാവുന്നതാണ്.
200 നമ്മുടെ പ്രഷർ വരുന്നത്. 200-ന് മുകളിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രഷർ ഉള്ള പോലെ നമുക്ക് വാഹനത്തിലോട്ട് നമുക്ക് CNG കയറും. ഇത് രണ്ടും, ഒന്ന് CNGയുടെ, ഒന്ന് നമ്മുടെ പ്രഷറിൻ്റെ ആണ് ഇപ്പോൾ നോസിൽ വരുന്നത്. CNG ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ബൈക്കിലൊന്നും ഇരിക്കരുത്. പിന്നെ നമ്മൾ ഇത് ലോക്ക് സിസ്റ്റമാണ്. അപ്പം ഇത് കറക്റ്റ് ലോക്ക് ആകുന്നുണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അപകടം വരെ സംഭവിക്കാം. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപകടമല്ല, ലോക്ക് ചെയ്യുന്നത്. ഒരു കിലോ മിച്ചം 189 അല്ലേ, 164. എന്തായാലും 161. CNG നിറയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ലോക്കായില്ലെങ്കിൽ പ്രഷർ കാരണം തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അത് അപകടം നന്നായിട്ട് വരും. കാര്യം ഏത് പൊസിഷനിൽ എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല, എയറാണ്. ഇന്നത്തെ അവിടുത്തെ പ്രഷർ കൂടുതലായിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് 14 കിലോമീറ്റർ കിട്ടി. ഇത് 15 കിലോമീറ്റർ ഞാൻ പിന്നെ ഓടിയതാണ്. 14 കിലോമീറ്റർ കിട്ടിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും കിട്ടുന്നത് തന്നെ.